നമസ്കാരം. ഇൻഫർമേഷൻ മീഡിയയുടെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. പെൻഷനുമായി ബന്ധപ്പെട്ട രണ്ട് കാര്യങ്ങളാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഒന്ന്, വാർദ്ധക്യ വിധവാ പെൻഷനായ 2000 രൂപയുടെ ഫെബ്രുവരി മാസത്തെ വിതരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. മറ്റൊന്ന്, മാസം 1000 രൂപയുടെ പെൻഷൻ ലഭിക്കുന്ന സ്ത്രീ സുരക്ഷാ പെൻഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. വീഡിയോ മുഴുവനായിട്ട് കാണുന്നതിന് മുമ്പായി തന്നെ ഇൻഫർമേഷൻ മീഡിയയുടെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമ്മുടെ ഈ ചാനൽ ഒരു തരത്തിലുള്ള മതപരമായ കാര്യങ്ങൾ അതല്ലെങ്കിൽ രാഷ്ട്രീയപരമായ കാര്യങ്ങളൊന്നും വരുന്നതല്ല. ഗവൺമെൻറ്റിൽ നിന്ന് ലഭിക്കുന്ന സേവനങ്ങൾ, ആനുകൂല്യങ്ങൾ, അറിയിപ്പുകൾ എന്നിവയെക്കുറിച്ച് മാത്രമായിരിക്കും വീഡിയോസുകൾ വരുന്നത്. ശ്രദ്ധിക്കുക, ഗവൺമെൻറ് സേവനങ്ങളും അറിയിപ്പുകളും എപ്പോൾ വേണമെങ്കിലും പുതിയ മാറ്റങ്ങൾ വരാം. നിങ്ങൾക്ക് ഏറ്റവും പുതിയ അറിയിപ്പുകൾ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. മാസം 1000 രൂപയുടെ പെൻഷൻ ലഭിക്കുന്ന ആളുകളെ അവസ്ഥ ആദ്യം നോക്കാം. നമുക്കറിയാം, കഴിഞ്ഞ പഞ്ചായത്ത് ഇലക്ഷന് മുമ്പായിരുന്നു സർക്കാർ ഇങ്ങനെ ഒരു പ്രഖ്യാപനമായി മുന്നോട്ട് വന്നത്. 35 വയസ്സ് മുതൽ 60 വയസ്സ് വരെയുള്ള നീല, ചുവപ്പ്, മഞ്ഞ റേഷൻ കാർഡുകൾ ഉപയോഗിക്കുന്ന സ്ത്രീകൾക്കായിരുന്നു സർക്കാർ പെൻഷൻ പ്രഖ്യാപിച്ചത്. അതിൽ 1 മാസത്തെ ഗഡു വിതരണം കഴിഞ്ഞ ദിവസങ്ങൾ നമുക്ക് ലഭിക്കുകയുണ്ടായി. ഇങ്ങനെ പെൻഷൻ ലഭിച്ച ആളുകൾ യെസ് എന്നും അല്ലാത്ത ആളുകൾ നോ എന്ന് കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അന്ന് ഏകദേശം 10 ലക്ഷം ആളുകൾക്കാണ് മാസം 1000 രൂപയുടെ പെൻഷൻ വിതരണത്തിൽ ആദ്യ ഗഡു ലഭിച്ചത്. എന്നാൽ ഏകദേശം 14 ലക്ഷത്തിലധികം ആളുകളാണ് ഇപ്പോൾ അപേക്ഷ സമർപ്പിച്ചിട്ടുള്ളത്. അതിൽ 3 ലക്ഷത്തിലധികം ആളുകൾക്ക് പെൻഷൻ ലഭിച്ചിട്ടില്ല. നമ്മൾ കഴിഞ്ഞ വീഡിയോസിൽ പറഞ്ഞതുപോലെ തന്നെ പലർക്കും പല കാരണം കൊണ്ടാണ് പെൻഷൻ മുടങ്ങിയിട്ടുള്ളത്. ബാങ്ക് അക്കൗണ്ട് ഫ്രീസായ പ്രശ്നങ്ങളുള്ള ആളുകളുണ്ട്. അതുപോലെ തന്നെ അങ്ങനെയുള്ള വിഷയങ്ങളുണ്ട്. നമ്മുടെ കഴിഞ്ഞ വീഡിയോസിൽ ഒരുപാട് ആളുകൾ കമൻറ്റ് ചോദിച്ചിരുന്നു ഏത് ബാങ്ക് അക്കൗണ്ട് കൊടുക്കണമെന്നുള്ളത്. IFSC കോഡുള്ള ഏത് ബാങ്ക് അക്കൗണ്ട് നമുക്ക് കൊടുക്കാൻ സാധിക്കും? IFSC കോഡില്ലാത്ത ബാങ്ക് അക്കൗണ്ട് കൊടുക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. IFSC കോഡിൽ ഏത് ബാങ്ക് അക്കൗണ്ടും ആണെങ്കിലും നമുക്ക് കൊടുക്കാൻ സാധിക്കും. അതുപോലെ തന്നെ രേഖകൾ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒറിജിനൽ രേഖകൾ തന്നെ അപ്ലോഡ് ചെയ്യാൻ ശ്രദ്ധിക്കുക. പല ആളുകൾക്കും മിസ്റ്റേക്ക് പറ്റുന്ന കാര്യമാണ്. നമ്മുടെ കൈവശമുള്ളത് ഫോട്ടോ കോപ്പി ആയിരിക്കും. ഈ ഫോട്ടോ കോപ്പി അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ തീരെ ക്ലിയർ ഇല്ലാത്ത അവസ്ഥയിലേക്ക് വരാൻ സാധ്യതയുണ്ട്. ഇങ്ങനെ നമ്മൾ അക്ഷയ കേന്ദ്രങ്ങൾ വഴി ഏത് അപേക്ഷ കൊടുക്കുകയാണെങ്കിലും ശരി, കഴിവതും നമ്മൾ അതിൻ്റെ ഒറിജിനൽ കോപ്പി തന്നെ കൊടുക്കാൻ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ മറ്റൊരു കാര്യമാണ്, മഞ്ഞ, ചുവപ്പ് റേഷൻ കാർഡുള്ള ആളുകൾക്ക് മാത്രമായിരിക്കും ഒരു പെൻഷൻ ലഭിക്കുക. നീല, വെള്ള റേഷൻ കാർഡുള്ള ആളുകൾക്ക് ഇപ്പോൾ ചുവപ്പ് റേഷൻ കാർഡിലേക്ക് മാറാനും അവസരമുണ്ട്. അർഹതയുള്ള ആളുകളാണെങ്കിൽ ചുവപ്പ് റേഷൻ കാർഡിലേക്ക് മാറി നിങ്ങൾക്കും പെൻഷൻ അപേക്ഷ സമർപ്പിക്കാം. ഇതിലൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, ഈ ഒരു പെൻഷൻ അപേക്ഷിക്കാൻ അവസാന തീയതി സർക്കാർ പ്രഖ്യാപിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ എപ്പോഴാണോ നമ്മൾ എലിജിബിൾ ആകുന്നത് ആ സമയത്ത് തന്നെ നമുക്ക് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നുണ്ട്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഫെബ്രുവരി മാസത്തിലെ പെൻഷൻ വിതരണമാണ്. നമുക്കറിയാം, ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി നമുക്ക് എല്ലാ മാസവും കറക്റ്റായി തന്നെ പെൻഷൻ ലഭിക്കുന്നുണ്ട്. കഴിഞ്ഞ ഡിസംബറോട് കൂടി തന്നെ എല്ലാ കുടിശ്ശികയും കൊടുത്ത് തീർത്തിരുന്നു. അതിനുശേഷം 400 രൂപ വർദ്ധിപ്പിച്ച് ഇപ്പോൾ 2000 രൂപയാണ് നമുക്ക് പെൻഷൻ ലഭിക്കുന്നത്. ഫെബ്രുവരി മാസത്തിലെ പെൻഷൻ വിതരണം 22-ാം തീയതിയോ 23-ാം തീയതിയോ ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ അറിയുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇതുപോലത്തെ ചെറിയ ഇൻഫർമേഷൻ വീഡിയോകൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നുണ്ട്. കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. നമുക്കൊരു പുതിയ വീഡിയോസുമായി കാണാം. അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം.